കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂടുള്ള ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ തണ്ണിമത്തൻ വെച്ചുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. മാത്രമല്ല ഇഫ്താറൊക്കെ അല്ലേ വരുന്നത്, ആ ടൈമിലും ഫങ്ഷനൊക്കെ വീട്ടിൽ നടക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഉണ്ടാക്കി സെർവ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു വെറൈറ്റിയും കൂടിയല്ലേ. ഇത് തയ്യാറാക്കാനായി നല്ല കളറുള്ള നല്ല മൂത്ത് പഴുത്ത തണ്ണിമത്തൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. കൂടുതൽ പഞ്ചസാരയൊക്കെ ചേർത്തത് അൺഹെൽത്തി ആക്കാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു തണ്ണിമത്തൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൽ തന്നെ മിക്സ് ചെയ്ത ജ്യൂസൊക്കെ പുറത്തേക്ക് പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഡ്രിങ്ക് തണ്ണിമത്തൻ്റെ തോട് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലുള്ള ഫ്ലഷ് എല്ലാം മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞത്. ഇതാ മുഴുവനായിട്ട് എടുത്തു, കണ്ടില്ലേ. ഇതിലേക്ക് ചേർക്കാൻ പാലും മധുരത്തിന് ആവശ്യമുള്ളത് എന്തോ നമുക്ക് ഇഷ്ടമുള്ളതും കൂടി എടുക്കണം കേട്ടോ. ഞാൻ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ക്യാമറയിലേക്ക് നന്നായി വെക്കാൻ പറ്റിയില്ല, എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് എടുത്തു വെച്ച ഫ്ലഷ് മുഴുവനായിട്ട് വേണ്ട കേട്ടോ, അല്പം മാറ്റി വെക്കാം. അതിലേക്ക് പാലൊക്കെ ചേർക്കണേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുത്തി അടച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം, പക്ഷേ അത് വെള്ളം പോലെ ആവില്ലേ. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. തണ്ണിമത്തനെ ഫുള്ളും വെള്ളമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി അടയ്ക്കട്ടെ. ആ സമയം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി അമർത്തണേ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറക്കല്ലേ കേട്ടോ എല്ലാവരും. എല്ലാം ഞാൻ കുത്തി അടച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അധികം ഉണ്ടാകുന്ന കുരുവൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ച് മാറ്റാം. കുറച്ചൊക്കെ കാണുമ്പോഴൊക്കെ രസമായിട്ടുണ്ടാവും, പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് ഇത്ര ഇഷ്ടാവില്ലല്ലോ. റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3-4 പീസും കൂടി ഉടയ്ക്കാനുള്ളത് ഞാൻ ഉടച്ചതാണ് കേട്ടോ. നോക്കൂ, നല്ല കളറില്ലേ, നല്ല മധുരമുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ തോടിലേക്ക് ഈ ഉടച്ച് വെച്ച വത്തക്ക ഇട്ട് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനൊരു നല്ലൊരു ടേസ്റ്റും മധുരമൊക്കെ കിട്ടുമല്ലോ. ഇതിലേക്ക് ചേർക്കണത് ക്യാമറ ഓണാക്കാതെ ഞാൻ ഒഴിച്ചു പോയി കേട്ടോ, ചേർത്ത് കൊടുക്കണേ. ഇനി പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. പശുവിൻ പാലായാലും തേങ്ങാപ്പാലായാലും. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു സപ്പോർട്ട് ചെയ്യണേ.